ഞങ്ങളിപ്പോൾ നാട്ടുകാരുടെ അടുത്ത് പലയിടത്തും ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഭരണസമിതി പോരാ, ഇനിയും മാറ്റങ്ങൾ വരാനുണ്ടെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ മറ്റു പലരും പറയുന്നുണ്ട് എന്താണ് ഇനി അവർ ചോദിക്കുന്നത്, എന്ത് മാറ്റമാണ് ഇനിയിപ്പോൾ വരാനുള്ളത്, എല്ലാം വന്നിട്ടുണ്ടെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളൊരു സ്ഥാനാർത്ഥിയാണല്ലോ, UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. കാടാമ്പുഴ ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് UDF പ്രസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, മാറാക്കര പഞ്ചായത്തിലെ അടിസ്ഥാനപരമായ വികസനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആണ്. ഇവിടെ തീർത്തും അവികസിതമായിരുന്ന, അതായത് തീരെ വികസനം എത്തി നോക്കാതിരുന്ന പ്രാരംഭകാലത്തെ മാറാക്കര അല്ലിന്ന് ഒട്ടേറെ മാറ്റങ്ങൾ, ആശുപത്രി, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ UDFിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ബസ് സ്റ്റാൻഡ്, അങ്ങനെയെല്ലാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം UDFിൻ്റെ ഭരണത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ആക്ഷേപം വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നേരെ മറിച്ച് ഈ കഴിഞ്ഞ കാലയളവിൽ, കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ഇത്തവണ വിലയിരുത്തുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ തവണ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ബഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയത്തക്ക ആയിരുന്നില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ പോലും ബഡ് സ്കൂളില്ല. ഇന്ന് എത്രയോ കുട്ടികൾ അതിൽ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്മശാനം, ഇപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും കൂടി ആളുകൾ ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതത്ര എളുപ്പമല്ല ഒരു ശ്മശാനം വരിക എന്നുള്ളത്. അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ പഴയ കാലത്തുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും MP ഫണ്ടും MLA ഫണ്ടും ഒക്കെ ഇഷ്ടംപോലെ ചിലവാക്കുന്നുണ്ട്. അതുകൊണ്ട് എടുത്തു പറയത്തക്ക ഒട്ടേറെ വികസനങ്ങൾ മാറാക്കര നടന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് മാറാക്കര ഒന്നും നടക്കുന്നില്ല, 65 വർഷത്തെ അതിൻ്റെ 63 വർഷത്തെ പിന്നെ ഒരു വികസനം മുരടിപ്പുണ്ടെന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ അടിസ്ഥാനമുണ്ടോയെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. AC നിരപ്പിൽ നിങ്ങളൊന്ന് നോക്കണം. AC നിരപ്പിൽ ഒരു ചെറിയൊരു കുഞ്ഞൊരു മുറിയിൽ തുടങ്ങിയ ഒരു പഞ്ചായത്ത് ഓഫീസാണ്. ഇന്നവിടെ എത്ര കെട്ടിടങ്ങളായി. ആശുപത്രി ചെറിയൊരു സംവിധാനത്തിൽ തുടങ്ങിയതാണ്. ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് എത്ര സ്ഥാപനങ്ങൾ വന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ബസ് സ്റ്റാൻഡ്, ഇവിടെ തൊട്ടടുത്ത മുനിസിപ്പാലിറ്റികൾ പോലും ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് കാടാമ്പുഴ ടൗണിൽ, നമ്മുടെ മാറാക്കര പഞ്ചായത്തിന് സ്ഥിരാകേന്ദ്രം എന്ന് പറഞ്ഞാൽ കാടാമ്പുഴ ടൗണാണ്. കാടാമ്പുഴ ടൗണിൽ ബസ് സ്റ്റാൻഡ് വന്നു. അപ്പോൾ ഒട്ടേറെ അടിസ്ഥാനപരമായ വികസനങ്ങൾക്കൊക്കെ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്, UDFിൻ്റെ കാലത്ത് തന്നെ നടന്നിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് നേതൃത്വം കൊടുത്തത്. മാറാക്കര പഞ്ചായത്ത് 16-ാം വാർഡ് LDF സ്ഥാനാർത്ഥി VK പ്രദീപാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെ നിലവിൽ മാറാക്കര പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. 5 വർഷത്തെ ഭരണം കഴിഞ്ഞു. അപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങളുണ്ട്, മോശഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ മൊത്തം ഭരണത്തെ പറ്റിയുള്ള, അതായത് ഇപ്പോൾ കഴിഞ്ഞ UDF ഭരണത്തിൽ തൃപ്തരായവരും ഉണ്ട്, എന്നാൽ അല്ല എന്ന് പറയുന്നവരുണ്ട്, മാറ്റങ്ങൾ വരണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ വരുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വികസനങ്ങൾ? നമ്മൾ ഈ മാറാക്കര പഞ്ചായത്തിനകത്ത് നമ്മൾ നോക്കിയറിയാം, 63 വർഷത്തെ UDFിൻ്റെ ഭരണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവർ നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യണത്. ഇവിടുത്തെ ഒരേ പ്രാവശ്യം അധികം ലീഗിൻ്റെ കുടുംബമായാലും UDF പ്രവർത്തകരായാലും ഇന്ന് നമ്മളെ ഭരണമല്ലേ ശരിയാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും കാലം അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആളുകളുടെ എല്ലാ ക്ഷമയും നശിച്ചു. നമ്മൾ ഒരു വികസനവും ഈ 63 വർഷമായിട്ട് കാടാമ്പുഴ പോലെ ഒരു തീർത്ഥാടനക്കേടമുള്ള നാട്ടിൽ മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമുള്ള കാടാമ്പുഴയ്ക്കകത്ത് പോലും ഒരു വികസനം പോലും കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം KT ജലീൽ MLA കൊണ്ടുവന്ന ഒരു ഇരിപ്പിടം അല്ലാണ്ട്, ഒരു കേന്ദ്രം അല്ലാണ്ട് വേറെ ഒരു സാധനവും നമ്മൾ MLA എന്നുള്ള നിലയിൽ പോയി കൊണ്ടുവരാൻ പോലും, അല്ല പഞ്ചായത്തിനോ തനത് പദ്ധതി ഉപയോഗിച്ച് ചെയ്യാനോ ഒന്നും ഇന്നവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധം ജനങ്ങളിലുണ്ട്. ഇനി നേരാവില്ല എന്നുള്ളത് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഭൂരിഭാഗവും ആളുകളും ഇപ്പോൾ എന്തുണ്ട്, LDFിനൊപ്പം തന്നെ നിൽക്കാനുള്ള തീരുമാനത്തിലാണ്. നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളിവിടെ വാർഡിലിറങ്ങുമ്പോൾ നമുക്ക് പഞ്ചായത്ത് പിടിക്കണം എന്നുള്ളതാണ്. ഈ വാർഡല്ല, പഞ്ചായത്ത് പിടിക്കണം എന്നുള്ളതാണ് ഓരോരുത്തരെയും തീരുമാനം, ലക്ഷ്യം. അതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ സകല മേഖലയിലും റോഡുകളായാലും എല്ലാം നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അറിയാം, എല്ലാ വികസനവും എത്തിയിട്ടുണ്ട്. എന്ത് മാറ്റമാണോ അവർ പ്രതീക്ഷിക്കണമെന്ന് അറിയില്ലല്ലോ. വികസനവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഓരോ പഞ്ചായത്തിന് കൊടുക്കുന്ന തുക എത്രയാണെന്നുള്ളതൊക്കെ. കാരണം ഇപ്പോൾ സർക്കാർ അനുവദിച്ചാലല്ലേ പഞ്ചായത്തുകൾക്ക് ഓരോ വാർഡുകൾക്കൊക്കെ നീക്കി വെക്കാൻ പറ്റുള്ളൂ. സർക്കാർ ഫണ്ട് അനുവദിക്കണില്ല, അതാണ് വലിയ പ്രശ്നം. ആ വെക്കുന്ന എത്രയാണോ ഫണ്ട് അനുവദിക്കുന്നത്, ആ ഫണ്ട് അനുവദിക്കുന്നത് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട് ഇവിടെ മാറാക്കര പഞ്ചായത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ പല മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. വളരെ ശക്തമായ പോരാട്ടമാണ് മാറാക്കര പഞ്ചായത്തിൽ നടക്കുന്നത്, നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ സ്ഥാനാർത്ഥികളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് താങ്കൾക്ക് അവരെ പറ്റി? കുഴപ്പമില്ല, യുവാക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല സ്ഥാനാർത്ഥികളാണ്. ഇപ്പോൾ പഴയ പോലെ മറ്റേ
ഈ ചെറുപ്പക്കാർക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊതുവായിട്ട്. അതുപോലെ തന്നെ മാറാക്കരയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നല്ലൊരു മാറ്റം മാറാക്കരയ്ക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. മാറ്റം എന്നല്ല, യുവാക്കളും ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും വികസനം കാര്യങ്ങളൊക്കെ എത്താണ്ട്, അപ്പോൾ അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തും. അപ്പോൾ ഇനി ഭരണം മാറ്റുമെന്നല്ല പറയണത്, ഈ ഭരണം തന്നെ UDF തന്നെ ഭരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ആ UDF തന്നെ വന്ന് ഇനിയുള്ള ഈ ചെറുപ്പക്കാർ വന്ന് ഒന്നും കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ 9ാം വാർഡിൽ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അവിടെ പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നമ്മൾ PDP കാരനാണ്. പക്ഷേ PDP LDFൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാറാക്കര പഞ്ചായത്തിൽ ഏകദേശം ഒരു മാറ്റത്തിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ വികസനമാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഭരണത്തിൽ നമ്മുടെ നാട്ടിൽ കാര്യമായ ഈ മാറാക്കര പഞ്ചായത്തിൽ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വികസനം വന്നില്ല എന്ന് പറയുന്നവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും ചോദിച്ചിട്ടുണ്ടായി ഇപ്പോൾ നേരത്തെ. അപ്പം എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? വികസനങ്ങൾ വന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്, എന്നാൽ വന്നില്ല എന്നും പറയുന്നുണ്ട്. മാറാക്കര പഞ്ചായത്തിൽ ഇനി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറാക്കര പഞ്ചായത്തിൽ ഓരോ വാർഡിലും ഓരോ വ്യക്തികൾ ഇപ്പം എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ പാവപ്പെട്ടവർക്കുള്ള വീടിൻ്റെ ഫണ്ട് വന്നിട്ട് അത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ. അത് പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള അതിനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. എന്തായാലും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തീരുമാനത്തിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്.